സതീശൻ കേരളത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ, അല്ലെ പുതു കേരള സൃഷ്ടിക്കാൻ, കേരളത്തിൽ എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞുകൂടാ, പുതു കേരള സൃഷ്ടിക്കാൻ ഒരു പുതുയുഗ യാത്ര നടത്തുകയാണ്. ഈ പുതുയുഗ യാത്ര പലയിടത്തും എത്തുമ്പോൾ പല വിവാദങ്ങളും ട്രോളുകളും ഒക്കെ സതീശനെ തേടി എത്തുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു സ്ത്രീ ഒരു നിവേദനം നൽകി എന്നാണ് പറയുന്നത്. അത് വലിച്ചു കീറി കളഞ്ഞു എന്നും പറഞ്ഞ് ചില വീഡിയോകളൊക്കെ പുറത്തു വന്നു. അതായത് ഒരു സ്ത്രീ കൊണ്ടുവന്ന ഒരു നിവേദനം കൊടുത്തു. ഇത് വായിച്ചു നോക്കിയ ഉടനെ സതീശൻ അത് വലിച്ചു കയറി കളഞ്ഞു. ഇതിനെക്കുറിച്ച് വലിയ സംഭവ വികാസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കത്തുന്നുണ്ട്. അതായത് സതീശൻ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് റീലല്ല, റിയലാണ് യാഥാർത്ഥ്യം, റിയലായി നമുക്ക് ചെയ്യാനുള്ളതാണ് കാണിക്കുക, അല്ല റീലല്ല കാണിക്കേണ്ടത്. പക്ഷെ ആ പറഞ്ഞ സതീശൻ ഇപ്പോ റീൽസ് ഇടാനും പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്ത് നിൽക്കാനും ഇങ്ങനെ നടന്നു പോകുന്നത്, ഇരിക്കുന്നത്, നിൽക്കുന്നതൊക്കെ സ്ലോ മോഷനിൽ കാണിക്കാനൊക്കെ കോടികളാണ്, ലക്ഷങ്ങളാണ് ചിലവാക്കുന്നതെന്നാണ് പറയുന്നത് PR വർക്കിന്റെ പേരിൽ. ഇപ്പൊ സതീശൻ ആ സ്ത്രീ കൊടുത്ത നിവേദനത്തിന്റെ ചില കാര്യങ്ങൾ ഒരു ചാനൽ തന്നെ പുറത്തുവിടുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കാം, കാരണം ആ ചാനൽ ആത്യന്തികമായി ചില കാര്യങ്ങൾ വിശ്വാസ്യതയോടെ പറയുന്ന ഒരു ചാനലാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, നമ്മളെ പോലെ തന്നെയാണ്. അപ്പോ ആ കുറിപ്പിൽ കൊടുത്തത് സതീശനോട് 2 വാക്ക് പറയണം എന്ന് പറഞ്ഞിട്ടാണ്. അത് കണ്ട ഉടനെ സതീശൻ പ്ലിങ്ങായി അതിനെ വലിച്ചു കയറി. കാരണം അതിലുള്ള കാര്യങ്ങളൊന്നും പുറത്ത് വായിക്കാനോ കൊള്ളാവുന്ന കാര്യങ്ങളല്ല. എന്താണ് സതീശന്റെ ഈ ഒരു സതീശനോട് ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ കുറെ അമ്മമാർ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി നിൽക്കുകയാണ്. സതീശന്റെ ഈ പുതുയുഗ യാത്ര പല പുതുയുഗത്തിലേക്ക് നയിക്കും, അതോ പഴയ പിന്നോട്ടടിക്കുന്നതിലേക്ക് തന്നെ കൊണ്ടുപോകുമോ? ഒരു യാത്രയിലേക്ക് നയിക്കുകയല്ല, ഒരു യാത്രയിലേക്ക് നയിക്കുകയല്ല. സതീശൻ തെറ്റായിട്ടൊരു മാതൃകയാണ് സൃഷ്ടിച്ചത്. കണ്ടില്ലേ, LDF യാത്ര നടത്തിയ പലരെ വെച്ചിട്ടാണ് യാത്ര നടത്തിയത്. സതീശൻ ഇത് ഒറ്റയ്ക്ക് ഞാൻ അടിയൻ എന്നും പറഞ്ഞൊരു അഹംഭാവം, ഈഗോ ഭയങ്കരമായിട്ടുണ്ട്. ഈ ഈഗോ തേട്ടി പുറത്തു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹം കേറിയൊരടിയാണ്. എനിക്ക് എൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ ബോധ്യങ്ങൾ എന്തുവാണെന്ന് അറിയാമോ? 2 കോൺഗ്രസ്സുകാരായിട്ടുള്ള ആൾക്കാര് തങ്ങളുടെ മക്കളുടെ പെൺമക്കളെ ഇദ്ദേഹം ഇങ്ങനെ ചൂണ്ടുന്നോ ലൈൻ അടിക്കുന്നോ എന്തോ പരാതി സതീശനോട് പറഞ്ഞു എന്നാണ് സതീശൻ പറയുന്നത്. കോൺഗ്രസ്സുകാരിൽ നിന്ന് തന്നെ ആൾക്കാര് ഇപ്പൊ പെൺപിള്ളേർ ആൺപിള്ളേരോട് സംസാരിക്കുകയും തിരിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന അത്ര വലിയ കുറ്റമുള്ള ഒരു കാലഘട്ടത്തിലല്ലല്ലോ നമ്മളിപ്പോ ജീവിക്കുന്നത്. ആ കാലഘട്ടം എന്തോ പറഞ്ഞു കാണും. ഈ പറഞ്ഞതിനെ കുറിച്ച് പിൽക്കാലത്ത് അന്നേരം ഒന്നും അദ്ദേഹം ഒളിവിലായിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. പിന്നെ ഈ 3 കേസിലും ജാമ്യം കിട്ടി വന്ന് അദ്ദേഹം പുറത്തു വന്നു. അദ്ദേഹം ചെയ്തത് വലിയ കുറ്റകരമായിട്ടുള്ള സതീശൻ പറയുന്ന കനത്തിലുള്ള കാര്യമാണെങ്കിൽ, ക്രൂരമായ പീഡനമാണെങ്കിൽ തീർച്ചയായിട്ടും ജാമ്യം കിട്ടുമായിരുന്നോ? ഒരു കാരണവശാലും കിട്ടത്തില്ല. പ്രോസിക്യൂഷൻ ശക്തമായിട്ട് അതിനെതിരായിട്ട് വാദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ജാമ്യം കിട്ടില്ലായിരുന്നു. പക്ഷേ ഒന്നുമല്ലെന്ന് കോടതിക്ക് തന്നെ പച്ചയായിട്ട് മനസ്സിലായതിന്റെ ഫലമായിട്ടാണ് ഇത് കിട്ടിയത്. എന്നിട്ടും കൊണ്ടുപിടിച്ച് പലരും ശ്രമിക്കുന്നുണ്ട് ഈ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ചെയ്തിട്ടുള്ളത് മറ്റേതൊരു ചെറുപ്പക്കാരനും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തിട്ടുള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല എന്നുള്ള ബോധ്യത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ഇത് തന്നെയല്ല, ഇദ്ദേഹത്തിൻ്റെ പ്രേരണ കൊണ്ടല്ല പലതും സംഭവിച്ചിട്ടുള്ളത് എന്നും കോടതിക്ക് ബോധ്യമായി. 2 പേരും സംയുക്തമായിട്ട് ഇത് ഉഭയകക്ഷി സമ്മതത്തോടു കൂടി തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇയാൾക്ക് ഈ ബോധ്യം എന്ന് പറഞ്ഞ 2 കോൺഗ്രസ്സുകാർ പറഞ്ഞു, എന്തോ പരാതി പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കോൺഗ്രസ്സുകാരൻ ഇപ്പോൾ പിന്നെ അതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് എന്താണെന്നറിയാം? പിൽക്കാലത്ത് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം സ്കോർ ചെയ്തു. കാരണം ചോദ്യകർത്താവ് ഇവനെ നശിപ്പിക്കാൻ വേണ്ടി ചോദ്യങ്ങളുമായിട്ട് വന്നതാണ്. അടിച്ച് നിരപ്പാക്കി അയാളെ നശിപ്പിച്ചു വിട്ടു ചോദ്യകർത്താവിനെ. കാരണം അത്ര ധാർമ്മിക ധൈര്യമുള്ള ആൾക്കേ അങ്ങനെ പറയാൻ പറ്റൂ. അല്ലെങ്കിൽ ബബ്ബ ഞഞ്ഞ എന്നായി പോവും. മനസ്സിലായി? ഉറച്ച ഭാഷയിൽ തന്നെ മറുപടി പറഞ്ഞു തൻ്റെ അടുത്തോടു കൂടി. എനിക്ക് സതീശൻ ചെയ്ത കാര്യങ്ങൾ, അവർ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു ഉത്തരം നൽകുന്ന ആളെന്നുള്ള നിലയിൽ നല്ല 1-ാം തരം പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ച് എന്നുള്ള കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തിനോട് ഒരു ബഹുമാനമുണ്ട്. 1-ാമത്തെ കാര്യം, ആ ബഹുമാനമേ ഉള്ളൂ. അല്ല സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടതിന് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ട കാര്യം എന്താണ്? അത് അവരുടെ കാര്യം. ആ സ്ത്രീകൾ ബഹുമാനിക്കുക എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തോട്ടെ. ഈ 2-ാമത്തെ കാര്യം. എന്നിട്ട് ഈ കാര്യം വെച്ചുകൊണ്ടാണ് സതീശൻ പറഞ്ഞത് ഒരുപാട് പരാതികൾ, ഇത് മാത്രമല്ല ഒരുപാട് പരാതികൾ കിട്ടിയെന്ന്. ഈ പരാതികളെല്ലാം സത്യമായി കൊള്ളണമെന്നല്ലോ. അതിനെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ പറഞ്ഞതെന്നറിയാമോ ഈ അഭിമുഖത്തിൽ? അതായത് ഇദ്ദേഹം പറഞ്ഞ ഈ കോൺഗ്രസ് നേതാക്കൾ എല്ലാം അവരുടെ മക്കളും ഇപ്പോഴും എന്നോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ബന്ധം നിലനിർത്തുന്നു. വീട്ടമ്മമാര് പലരും ചെന്ന് ഇദ്ദേഹത്തെ ആശീർവദിക്കുന്നു വഴിയിൽ കാണുമ്പോൾ.
അല്ല അങ്ങനെ വീട്ടമ്മമാരെ ഇത്ര ഒരു ദുഷ്ടനാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? അല്ല അങ്ങനെയാണെങ്കിൽ ഈ സതീശന് നേരത്തെ ഇത് അറിയാമെങ്കിൽ എന്തിനാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയപ്പോ സതീശനെ എതിർക്കാത്തത് എന്താ? ഇങ്ങനെ ഒരു സ്വഭാവത്തിന് ഉടമയാണ് ഇയാൾ. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കാൻ കഴിയില്ല. ഇപ്പോ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ള ഭയം കൊണ്ട് ഇന്ന് സത്യമാണോ എന്നറിയില്ല, വി മുരളീധരൻ പാലക്കാട് സ്ഥാനാർത്ഥിയാകുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് അറിയില്ല. പക്ഷെ എങ്കിൽ പോലും അങ്ങനെയാണ് എങ്കിൽ ആ സമയത്തല്ലേ അത് പറയേണ്ടത്. ഇപ്പൊ ഷഹനാസ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് അനുഭാവി കോൺഗ്രസ് നേതാവ് എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല, ഒരു എഴുത്തുകാരിയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അവര് വന്നിട്ടും രാഹുൽ കോഴിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ കോഴിയാണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുപ്പ് സമയത്തല്ലേ ഇത് പറയേണ്ടത്? ഇത്രയും വൃത്തികെട്ട ഒരാളെ നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ജനപ്രതിനിധിയായി നിർത്തിയത്? എനിക്ക് അതിനൊരു മറുചോദ്യമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പാലക്കാട്ടെ ഹോട്ടലില് ഒരു നീല ബ്രീഫ് കേസ് അല്ലേ, ഒരു നീല ബ്രീഫ് കേസ് പിടിച്ച് അതിലെന്തോ രഹസ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പിടിച്ചെടുത്ത് ആ സമയത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസ് പ്രവർത്തകരായ ധാരാളം സ്ത്രീകളും എല്ലാം ചേർന്ന ഒരു ഹോട്ടൽ സമുച്ചയത്തിൽ നിന്നാണല്ലോ പിടികൂടിയത്. എന്തേ അന്ന് സതീശൻ ഇയാൾ വൃത്തികെട്ടവനാണെന്നും പറഞ്ഞ് ഇയാളെ മാറ്റി നിർത്താഞ്ഞത്? ഫുൾ സപ്പോർട്ടായിരുന്നല്ലോ, നല്ല ചുണയായിട്ടിരുന്ന് സപ്പോർട്ട് ചെയ്തുവല്ലായിരുന്നു അദ്ദേഹം. വളരെ ചുറുചുറുക്കോടെ നിന്ന് സപ്പോർട്ട് ചെയ്യല്ലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ. അന്നെന്താ ഈ ബോധ്യമൊന്നുമില്ലായിരുന്നു? പെട്ടെന്ന് ആകാശത്തുനിന്ന് പൊട്ടിമുളച്ച പോലാണോ സത്യങ്ങൾ വന്നത്? ഇത് മനസ്സിലാവുന്നില്ല ഇതൊക്കെ എന്തൊക്കെയാണെന്ന്. കാപട്യമാണ്. പിന്നീട് ഒരു വലിയ ചതിയുണ്ട്. കാപട്യമാണ്. കാപട്യത്തിനപ്പുറം സാർ ഈ സതീശന് സോഷ്യൽ മീഡിയ കുറെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവിനപ്പുറം സതീശൻ, വി ഡി സതീശൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ്, ഏകദേശം 25 വർഷത്തോളം MLA ആയി വിലസുന്ന കോൺഗ്രസ് നേതാവ്, ഈ അധികാരമോഹി എന്ന് തന്നെ പറയേണ്ടി വരും. കോൺഗ്രസിലെ പല നേതാക്കളും അങ്ങനെ തന്നെയാണ്. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത കുറെ നേതാക്കന്മാർ ഇപ്പോഴും കോൺഗ്രസിലുണ്ട് എന്നുള്ളതാണ്. അവർക്ക് അധികാരം മാത്രമാണ്, ജനരക്ഷയോ വികസനമോ ഇതൊന്നും അല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം പിന്നെ എന്താ, അധികാരം. അതുകൊണ്ടാണ് ഈ സതീശന് കോക്കച്ചൻ, ചതീശൻ, പിന്നെ എന്താ പറയുക, ഒതുക്കാശാൻ, ഇങ്ങനെയൊക്കെ കുറെ പേരുകൾ വി ഡി സതീശൻ ഉണ്ട് എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയ. കാരണം പുള്ളിയുടെ പ്രവർത്തനങ്ങൾ അത്തരത്തിൽ ചില പദവികൾ പുള്ളിക്ക് ഈ വി ഡി സതീശന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത്തരത്തിൽ വി ഡി സതീശൻ ഈ നിവേദനമൊക്കെ കൊടുത്ത സ്ത്രീ പറയുന്നത്, നമുക്കത് പറയാൻ പറ്റില്ല വാക്കുകൾ, അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. അതായത് നാണമില്ലേ ഇങ്ങനെ ഈ ഇത്തരത്തിൽ ഈ യാത്രയൊക്കെ നടത്തി മുന്നോട്ട് പോകുന്ന, നമുക്ക് നാണമില്ലേ? അതിലൊരു വാക്കുകൂടി അവർ കൃത്യമായി ചേർത്തിട്ടുണ്ട്. ആ വാക്ക് കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെയാണ് ആ ഈ നിവേദനം നൽകിയ സ്ത്രീ വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. പച്ചത്തെറി പോലെ, പച്ചത്തെറിയെന്ന് നമ്മൾ, പക്ഷെ അവര് കുറച്ചുകൂടി മാന്യമായ ആ തെറിയെ മാന്യവൽക്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവര് വിളിച്ചിട്ട് ആ ചാനലിനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്തായാലും സത്യമായിരിക്കാം. കാരണം ഇന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നമുക്കത് തെറ്റൊന്നും പറയാൻ കഴിയില്ല. അപ്പോ ഇത്തരത്തിൽ പലയിടത്തും സതീശന് കിട്ടുന്നത് നിവേദനമല്ല, പുളിച്ച തെറിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി മറ്റൊരു രാഷ്ട്രീയ വശം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് അവസാനമായിട്ട് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ കക്ഷിയുടെ പിന്തുണ ഇദ്ദേഹം തേടുന്നില്ല, അവരെ ശ്ലാഘിക്കുന്നതിലോ കുഴപ്പം ഞാൻ കാണുന്നില്ല. പാണക്കാട്ട് തങ്ങളുടെ തിണ്ണതിറങ്ങുന്നതോ അതിന്റെ ഭാഗമായിട്ട് അതിന് കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. കാരണം മുസ്ലിം ലീഗിനെ പോലെ ഒരു കക്ഷി കേരളത്തിൽ ഇപ്പോഴും പ്രസക്തമാണെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത് VM സുധീരൻ തന്നെയാണ്. അപ്പൊ VM സുധീരൻ ഇതുപോലെ കാപട്യമൊന്നുമുള്ള നേതാവല്ല. അതുകൊണ്ട് ഞാൻ അതിന് പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്ക് ചായം പൂശാൻ ഇദ്ദേഹം ശ്രമിച്ചത്, അതിന്റെ കറുത്ത പുള്ളികള് സാർ മിണ്ടരുത്, ഞാനത് അംഗീകരിക്കില്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഏറ്റവും നന്നായി സതീശൻ കുളിപ്പിച്ച് നന്നായി തുണിയിട്ട് നല്ല വെള്ള തുണിയൊക്കെ ഇട്ട് കൊണ്ടുവന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയെ അങ്ങനെ അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ആട്ടിൻ തോലിട്ട ചെന്നായി എന്തിനാണ് ഇങ്ങനെ സത്യങ്ങൾ വിളിച്ചു പറയുന്നത്? സത്യങ്ങൾ വിളിച്ചു പറയുന്നത് എനിക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ജയിക്കാൻ വേണ്ടി എന്തൊക്കെ കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സാർ ഇങ്ങനെ സത്യങ്ങൾ വിളിച്ചു പറയുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. യാത്ര, പിന്നെ പുറകോട്ടുള്ള യാത്ര, മുന്നോട്ടുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞ ആളുകളെ കൂട്ടിക്കൊണ്ട് കിടന്ന് കഷ്ടപ്പെടുന്നത് ആ മനുഷ്യന് മാത്രം അറിയാം. അതിനിടയ്ക്ക് സാർ ഇങ്ങനെയുള്ള സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഇത്തവണെങ്കിലും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ വേണ്ടിയുള്ള പാഞ്ഞോട്ടത്തിലാണ്. ഞാൻ നീല കുറുക്കാണ് സതീശൻ. സാർ ഇങ്ങനെ സത്യം വിളിച്ചു പറഞ്ഞാൽ ഞാൻ എന്ത് പറയാം?